ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പപ്പി അറിയാണ് കേട്ടോ, സത്യ ശാലിനിയുടെ മകളാണെന്നും അതുപോലെ വിഷ്ണുവിൻ്റെ മകളാണെന്നുള്ള സത്യം പപ്പി അറിയാണ് കേട്ടോ. അങ്ങനെ ശാലിനിയെ ശ്യാമ ആ നാടകം നടത്തുന്നതിൽ തന്നെ വിഷ്ണുവിൻ്റെ കൂടെ ശാലിനിയെ നിർത്തുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി നമുക്കിടയിൽ കാണാൻ പോകുന്നത്. അങ്ങനെ ശാലിനി കയറി വരികയാണ്, രോഹിത് തന്നെയാണ് കൊണ്ടുവരുന്നത്. രോഹിത്തിൻ്റെ ഭാര്യ ഈ അവസ്ഥയിൽ കഴിയുമ്പോൾ എനിക്ക് എന്തായാലും സത്യമേ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല എന്ന് രോഹിത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ രോഹിത് കൊണ്ടുവരികയാണ്. ഇതേ സമയം സത്യാമ്മക്ക് ഒന്നും ശബ്ദിക്കാനാവുന്നില്ല, കാരണം കഴുത്തിന് പിടിച്ചത് ഒരു ഒന്നൊന്നര പിടുത്തം തന്നെയാണല്ലോ. അതുകൊണ്ട് ഇവള് ഭ്രാന്തിൻ്റെ വക്കിലാണ്, അതുകൊണ്ട് ഇവളെ എന്തും ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ശാലിനി വരെയെങ്കിൽ വരട്ടെ എന്നുള്ള ആ ഒരു വന്നെങ്കിൽ നിൽക്കട്ടെ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ സത്യാമ്മക്ക് മുന്നിലാവുകയാണ് കേട്ടോ. അങ്ങനെ ശാലിനി വന്ന പാടെ ശ്യാമയുടെ അടുത്തോട്ട് പോവാണ്. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കുഞ്ഞേച്ചി ഇല്ല എന്ന് കരുതി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടുമോ? അങ്ങനെയൊന്നും ചെയ്യരുത്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടുമോ? മരുന്ന് കഴിക്കണ്ടെങ്കിലല്ലേ നിൻ്റെ അസുഖം മാറുള്ളൂ. നിൻ്റെ മോളുടെ കാര്യം നീ നോക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞേച്ചി ഇതെല്ലാം ചെയ്യുന്നത് കുഞ്ഞേച്ചിക്ക് വേണ്ടിയാണ്. കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവളാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം തന്നെയാണ്. അത് നിറവേറും വരെ ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടും കുഞ്ഞേച്ചി എന്ന് മനസ്സുകൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ശ്യാമ ശാലിനിയുടെ കൈകളിൽ നിന്ന് ഭക്ഷണമൊക്കെ വാരിക്കൊടുക്കുകയാണ്. പിന്നീട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഘവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് മഹാലക്ഷ്മി വീട്ടിൽ വന്നു കയറിയാലുള്ള ആ ഒരു സൗഭാഗ്യം, വരേണ്ടവർ വന്നു കഴിഞ്ഞാൽ വീട് തന്നെ ഒരു വിളക്ക് കത്തിച്ചതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ സത്യാമ്മ പിന്നെ എന്നൊക്കെ പറയും. സത്യാമ്മയും കളിയാക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം വിഷ്ണുവിൻ്റെ അരികിലോട്ട് ശാലിനി പോവാണ്. അപ്പോൾ ഈ സമയം വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് കാലിലെ മുറിവ്, എങ്ങനെയുണ്ട്? എന്തിനാ വിഷ്ണുവേട്ടാ എന്നെ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്? ഞാൻ സത്യയെക്കുറിച്ച് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് വിഷ്ണുവേട്ടന് ചിന്തിച്ചൂടെ? എന്തിനാ വിഷ്ണുവേട്ട എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യം തന്നെ ശാലിനി വന്ന പാടെ വിഷ്ണുവിന് എങ്ങനെ കാലിൽ മുറിവായി എന്ന് സത്യഭാമയോട് രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് അറിയുന്നുണ്ട്. അത് ശരിക്കും രോഹിത്തിനോടാണ് ശ്യാമ ചോദിക്കുന്നത്, വിഷ്ണുവിൻ്റെ കാലിന് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ സ്കൂട്ടർ മറിഞ്ഞതാ അത്രേ, പെട്ടെന്ന് ഉറക്കം വന്നു, അങ്ങനെ മറിഞ്ഞിട്ട് കാലിതായതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും തൻ്റെ ഭാര്യയെ ഇവിടെ ആർക്കും മുന്നിലും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ പിന്നെ ഒരു സമാധാനമാവുകയാണ് ശാലിനിക്ക്. അങ്ങനെ ശാലിനി നേരെ പോകുന്നത് വിഷ്ണുവിൻ്റെ അടുത്താണ്. അങ്ങനെ വിഷ്ണുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ വിഷ്ണു പറയാണ്, എന്തെന്നെ ആയാലും നിൻ്റെ അനിയത്തി ശ്യാമക്ക് ബുദ്ധിയുണ്ട്, അവൾ നല്ല ബുദ്ധിയുള്ള കളിയാണ് കളിച്ചത്. എൻ്റെ മുന്നിലോട്ട് നിന്നെ കൊണ്ടുവന്നല്ലോ, ഇനിയെങ്കിലും നീ സത്യങ്ങൾ മറച്ചു വെക്കാതെ എന്നോട് തുറന്നു പറയൂ. എന്നാൽ എൻ്റെ അമ്മയോട് എനിക്ക് അക്കാര്യം വെളിപ്പെടുത്താം. സത്യ ആരുടെ മകളാണെന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം നീ ഒരു തെറ്റ് ചെയ്യില്ല. നീ എന്ത് ചെയ്യുന്നതിൽ അതിലൊരു നേരുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളത്. നീ സത്യ എന്താണ്, സത്യയെക്കുറിച്ചുള്ള കഥകൾ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വിഷ്ണുവേട്ട അപ്പോൾ കാലിലും മുറിവാണ് വലുത്, ശ്യാമ ഈ അവസ്ഥയിലാണ്. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ്റെ കാലിലും മുറിവൊക്കെ മാറട്ടെ. കാർത്തിക എന്ന് പറയുന്ന ആൾ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാണ്, അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ വിഷ്ണുവേട്ടൻ പറയുന്നതെന്ന് പറയുന്നു കേട്ടോ. വിഷ്ണു പറയണം, അതവിടെ നിൽക്കട്ടെ, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാമെന്ന് പറയാം. പക്ഷേ അതിലേക്ക് ഒരു കാര്യം ഉറപ്പായി, കാർത്തികയ്ക്കും വിഷ്ണുവിനും ഇടയിൽ എന്തോ ഉണ്ട്, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് തൻ്റെ പിറകെ നടക്കുന്നതെന്ന്. എന്നിട്ട് വിഷ്ണു പറയണം, തന്നെക്കാ ബുദ്ധിയുണ്ട്, താൻ ഇത്ര വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഒരു കലക്ടറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭ്രാന്തിൻ്റെ വക്കിലാണെങ്കിൽ തൻ്റെ അനിയത്തി എൻ്റെ മുന്നിലോട്ട് ആദ്യമായി നിന്നെ കൊണ്ടുവന്നില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യം, എൻ്റെ അമ്മയെ മുട്ടുകുത്തിച്ചല്ലോ എന്നൊക്കെ അങ്ങനെ പറയണം. അങ്ങനെ ശാലിനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇനി സത്യാമ്മ കണ്ട അതിൻ്റെ മുകളിൽ ഒരു വഴക്കാവുന്ന കാരണം ശാലിനി അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് പരിചരിക്കുന്നതൊക്കെ ശാലിനി തന്നെയാണ്. അങ്ങനെ ശാലിനി പോകുമ്പോൾ പപ്പി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ പപ്പി പറയാണ്, എൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറി, എൻ്റെ അമ്മക്ക് കുറച്ചൊക്കെ ഭേദമുണ്ട്, അമ്മയുടെ ചേച്ചി വന്നപ്പോൾ അമ്മക്ക് എന്തൊരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു പറയാണ്, ഈ അമ്മയുടെ ചേച്ചി നിൻ്റെ ആരാണെന്ന് നിനക്കറിയോ? എൻ്റെ കുഞ്ഞേച്ചി, എൻ്റെ ഇങ്ങനെയൊക്കെ പറയാണ് പപ്പി. അപ്പോൾ ഉടനെ തന്നെ, എടോ അങ്ങനെയല്ല, നീ എപ്പോഴും ഇവിടെ പറയാറില്ലേ വിഷ്ണു
അച്ഛൻ്റെ ഭാര്യയെ കാണണം, വിഷ്ണു അച്ഛൻ്റെ ഭാര്യയെ കാണണം എന്ന് നീ പറയാറില്ലേ, ആ ആളാണ് ഈ ആൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന എന്താ ഈ പറയുന്നത്, അപ്പോൾ ആ ആൻറ്റിയാണോ ഇത് എന്ന് ചോദിക്കുകയാണ്. ആ ആൻറ്റി തന്നെയാണ് ഇത് എന്ന് പറയണേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പപ്പി പറയാം കേട്ടോ. സത്യമായിട്ടും വിഷ്ണു അച്ഛൻ ഇത്രയും നാളും കൊണ്ട് നടക്കുന്ന ആ ചേച്ചിയമ്മ ഇതാണ് എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന പപ്പിക്ക് ഒരുപാട് സന്തോഷമാവണം. അങ്ങനെ ശാലിനിയുടെ മുന്നിലോട്ട് ഓടിച്ചില്ല. ഈ സമയം ശാലിനി ആണെങ്കിലോ രോഹിത്തും ശാലിനിയും ക്ഷമയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശാലിനി മോളെ നീ ഭക്ഷണമൊക്കെ കഴിക്കുകയെന്ന് പറയാനിട്ട് അങ്ങനെ ശാലിനി ഓടി വന്നിട്ട് ശാലിനിയുടെ അടുത്തോട്ട് ഓടി വന്നിട്ട് അന്ന് ആ അമ്പലനടയിൽ വെച്ച് മണി മുഴക്കിയോ ആ രംഗമൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എൻ്റെ വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മ ഈ ചേച്ചിയാണ് ഇല്ലേ, എൻ്റെ അമ്മയുടെ ചേച്ചിയാണില്ലേ എന്ന് കുഞ്ഞ് ചോദിക്കുമ്പോൾ ശാലിനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം രോഹിത് പറയാണ്, അതെല്ലോ മോളെ, ഇവർ തന്നെയാണല്ലോ നിൻ്റെ ചേച്ചിയമ്മ, നിൻ്റെ വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾ വനത്തിനുള്ളിലൊക്കെ അകപ്പെട്ടത് ഇവരെ കാണാനായിരുന്നു, ഈ ചേച്ചിയമ്മ ഈ ശാലിനിയെ കാണാനായിരുന്നു. അപ്പോൾ എന്തിനാ എന്നോട് ഇത് മറച്ചു വെക്കുന്നത്, എൻ്റെ സത്യയുടെ അമ്മയാണിരുന്നല്ലേ, എൻ്റെ സത്യയുടെ അമ്മയാണെന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ, സത്യയോടൊരു വാക്ക് പറഞ്ഞൂടെ എന്ന് കുഞ്ഞ് ചോദിക്കാണ് കേട്ടോ. ആ ചോദ്യം കേൾക്കുമ്പോൾ ശാലിനിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ് തൻ്റെ മോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ. പക്ഷേ ഇവിടെ ശ്യാമ ശരിക്കും ഈ റീമേക്കിൽ ഈ ഒരു സീനെത്തുമ്പോഴേക്കും ശ്യാമ തൻ്റെ കുഞ്ഞേച്ചിയോട് ചെറുതായിട്ട് അസുഖം മാറിയതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തോന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കത് പറയാനും കഴിയില്ല. ഈ സമയം ഇങ്ങനെ രോഹിത്ത് പറയാണ്, ആ മോളെ, നിൻ്റെ വിഷ്ണു അച്ഛൻ്റെ ഭാര്യ ഈ നിൽക്കുന്നത് തന്നെയാണ് നിൻ്റെ ചേച്ചിയമ്മ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന ചേച്ചിയമ്മ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞിങ്ങനെ ഇങ്ങനെ ചാടുകയാണ്, സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളി ചാടുകയാണ്. എൻ്റെ ചേച്ചിയമ്മ ഇതായിരുന്നു അല്ലേ, എൻ്റെ സത്യയുടെ അമ്മ, എൻ്റെ കൂട്ടുകാരി, അപ്പം എൻ്റെ വീട്ടിലോട്ട് സത്യ വരൂല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിച്ചാടുക കേട്ടോ. പിന്നീട് കുഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞോടി പോകുന്നത് കാണുമ്പോൾ രോഹിത് എവിടോട്ടാണ് ഇവൾ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ കൂടെ ചെല്ലാണ്. അങ്ങനെ പപ്പി പോകുന്നത് സത്യാമ്മ ശാലിനിയുടെ മുഖം വികൃതമാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പേന കൊണ്ട് കുത്തി വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. എന്നിട്ട് പപ്പി ഒരു ചെയർ എടുത്തിട്ട് ആ ചെയറിൽ കയറിയിട്ട് ആ ഒരു മഷിയൊക്കെ തുടച്ച് നീക്കണം കേട്ടോ. ഇതേ സമയം ആ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് ഈ നിൽക്കുന്ന സത്യയുടെ അമ്മ എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷമാവണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചേച്ചിയമ്മ അല്ലേ, എൻ്റെ സത്യയുടെ അമ്മ അല്ലേ, എൻ്റെ ബിഗ് ഫ്രണ്ടിൻ്റെ അമ്മയല്ലേ, അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവളായിരുന്നു, എൻ്റെ വിഷ്ണു അച്ഛൻ്റെ മകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ തുള്ളി ചാടിയിട്ട് ശാലിനിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ്. പിന്നീട് ശാലിനിയോട് പറയാണ്, എൻ്റെ ബിഗ് ഫ്രണ്ട് എൻ്റെ വിഷ്ണു അച്ഛൻ്റെ മോളായിരുന്നു അല്ലേ, എങ്കിൽ എനിക്ക് അവളോട് ഈ സത്യങ്ങൾ വിളിച്ച് പറയണം. ഈ വീട്ടിലെ കുട്ടിയാണ് സത്യാമ്മയുടെ പേരക്കുട്ടി, എന്നെപ്പോലെ തന്നെ അവളും ആണ് എന്നുള്ള സത്യം എനിക്ക് വിളിച്ച് പറയണം. അമ്മയുടെ ഫോൺ എവിടെയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തപ്പാണ് കേട്ടോ. ഇതേ സമയം ശാലിനി ആകെ ഞെട്ടിപ്പോണേ. ഈശ്വര, സത്യയെ നിമിഷം അറിയിച്ചു കഴിഞ്ഞാൽ സത്യാമ്മ ഇന്നേ വരെ സത്യാമ്മ ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയം സത്യയോട് ഇവിടുത്തെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മനസ്സ് സത്യാമ്മ ഉറപ്പായും വേദനിപ്പിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ശാലിനി കുഞ്ഞിനെ വിളിക്കാൻ കേട്ടോ. പക്ഷേ ഇതെല്ലാം കണ്ട് ശ്യാമ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശ്യാമ ഇങ്ങനെ അഭിനയിച്ച് തുടരുകയാണ്. എന്തായാലും കുഞ്ഞിന് എൻ്റെ മോൾക്ക് സന്തോഷമായല്ലോ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞേച്ചിയുടെ മോളാണെന്ന് എൻ്റെ മോളെങ്കിലും അറിഞ്ഞല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ, എങ്കിലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ.